നാസർ, ഒരു കാര്യം കൂടി, യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ട്രംപ് പറഞ്ഞിരുന്നത് ഇറാനെ കീഴ്പ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു പരാമർശം വരുന്നു, ഇറാനിലെ ഭരണമാറ്റം അതല്ല തങ്ങളുടെ ലക്ഷ്യമെന്ന് ട്രംപ് പറയുകയാണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറാനിലെ യുദ്ധവിരുദ്ധ സേനാ വിഭാഗം മേധാവിയായിട്ടുള്ള ജോ കെന്റ് രാജിവെക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് യുഎസിന്റെ യുദ്ധവിരുദ്ധ സേനാ മേധാവിയായിട്ടുള്ള ജോ കെന്റ് രാജിവെക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇറാനെതിരെ ആരംഭിച്ചിട്ടുള്ള യുദ്ധം അത് ഇസ്രായേൽ പറഞ്ഞത് കൊണ്ട് മാത്രമാണ്, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് യുദ്ധം ആരംഭിച്ചത് എന്നായിരുന്നു ജോ കെന്റ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഈ യുദ്ധം തുടരുന്നത് എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു വ്യക്തത കുറവ് വന്നു തുടങ്ങിയിട്ടുണ്ടോ? അനീഷ, തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലാണ് ആ രാജ്യം എത്തിപ്പെട്ടിരിക്കുന്നത്. കാരണം ആഭ്യന്തരമായിട്ട് വലിയ ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ്. അത് ഡെമോക്രാറ്റുകളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, റിപ്പബ്ലിക്കൻ പ്രതിനിധികൾ പോലും ഇപ്പോൾ ട്രംപിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ യുദ്ധം ആർക്കു വേണ്ടി എന്ന ചോദ്യമാണ് പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും സെനറ്റും അതോടൊപ്പം തന്നെ പൊതുസഭയും ഒക്കെ ചർച്ച ചെയ്യുന്നത്. കാരണം ഏതെങ്കിലും അർത്ഥത്തിലൊരു ന്യായീകരണം, പിന്നെ അമേരിക്കക്ക് ഇറാൻ ഏതെങ്കിലും അർത്ഥത്തിലൊരു ഭീഷണിയാവുന്ന സാഹചര്യം നിലനിൽക്കുന്നില്ല. അപ്പോൾ ഇസ്രായേലിന്റെ മാത്രം താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചേക്കുകയായിരുന്നു എന്ന ഒരു വിലയിരുത്തലാണ് അമേരിക്കൻ പൊതുസമൂഹം എത്തിച്ചേർന്നിരിക്കുന്നത്. വിവിധ പൊതു സർവേകളിലും വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പാണ് ഈ യുദ്ധത്തിനെതിരെ രൂപപ്പെട്ടിരിക്കുന്നത്. അല്പം മുമ്പ് ട്രംപ് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇറാനിലൊരു ഭരണമാറ്റം തങ്ങളുടെ ലക്ഷ്യമേ അല്ല എന്ന്. നേരത്തെ ഇറാനിൽ പ്രക്ഷോഭം തുടരുന്ന ഒരു ഘട്ടത്തിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു ആസന്നമാണ് സഹായം, എല്ലാവരും തയ്യാറായി നിൽക്കണമെന്ന്. ഒടുവിൽ 4 ദിവസം കൊണ്ട് ആക്രമണം നടത്തി ഇറാനിൽ ഒരു ഭരണ അട്ടിമറി നടത്തുകയും അവിടുത്തെ ആയത്തുല്ല ഭരണത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി തങ്ങളുടെ താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാൻ സാധിക്കും എന്ന അർത്ഥത്തിലായിരുന്നു ട്രംപിന്റെയും അമേരിക്കൻ നേതൃത്വത്തിന്റെയും പ്രതികരണങ്ങൾ വന്നിരുന്നത്. ഇന്നിപ്പോൾ 4 ദിവസം പിന്നിട്ടിപ്പോൾ 21 ദിവസവും കടന്നിരിക്കുകയാണ്. ഈ യുദ്ധം മേഖലയിലും ലോക സമാധാനത്തിനും ലോക സാമ്പത്തിക രംഗത്തിനും ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം വളരെ വലുതായി തുടരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ തന്റെ ലക്ഷ്യം ഈ ഭരണമാറ്റമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് തടിയൂരുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ആണവായുധം ഇറാൻ സ്വന്തമാക്കുന്നതിനോട് മാത്രമാണ് തനിക്ക് എതിർപ്പ് എന്നും പറയുന്നുണ്ട്. കാരണം ആയുധം ഒരു നിലക്കും സ്വന്തമാക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഇറാൻ പലവരും വ്യക്തമാക്കിയതാണ്. അത് തങ്ങളുടെ സൈദ്ധാന്തികമായും ധാർമ്മികമായും തങ്ങൾക്ക് അതിനോട് യോജിക്കാനാവില്ല എന്നും പല ചർച്ചകളിലും ഇറാൻ നേതൃത്വം വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ട്രംപ് പറയുന്നത് ആണവായുധം മുൻനിർത്തിക്കൊണ്ടാണ് തങ്ങളുടെ നീക്കമെന്ന്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്നലെ നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് മേഖലയിൽ ഒരു സൂപ്പർ പവറായിട്ട് ഇസ്രായേലിന് മാറാൻ സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ എണ്ണ കടന്നു പോകേണ്ടത് ഇസ്രായേൽ മുഖേന ആയിരിക്കണം എന്നതുൾപ്പെടെയുള്ള വളരെ അപകടകരമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ആണ് നെതന്യാഹു മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഈ വിരുദ്ധ ലക്ഷ്യങ്ങളുമായിട്ട് 21 ദിവസത്തിലേക്ക് യുദ്ധം എത്തുമ്പോൾ ഈ മേഖലയുടെ കെട്ടുറപ്പിന്, സമാധാനത്തിന്, ഐക്യത്തിന്, സുരക്ഷയ്ക്ക്, സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് ആ യുദ്ധം ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ് എന്ന ഒരു തിരിച്ചറിവ് കൂടിയാണ് ഈ ഘട്ടത്തിലെങ്കിലും അമേരിക്കൻ പൊതുസമൂഹത്തിന് രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർ നീക്കങ്ങൾ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു കരയുദ്ധത്തിലേക്കും മറ്റും പോവുകയാണെങ്കിൽ അത് സൃഷ്ടിക്കാവുന്ന ഭയാനകമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് അമേരിക്കൻ പൊതുസമൂഹം ഇപ്പോൾ തന്നെ കൂടുതൽ ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ കൂടി തെളിയിക്കുന്നത്. എന്തായാലും യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും ട്രംപിന്റെ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും അകലം പാലിക്കുന്ന ഒരു സമീപനമാണ്. കാരണം ഈ യുദ്ധം തങ്ങൾക്ക് വേണ്ടിയല്ല, ഇത് മറ്റു പലർക്കും വേണ്ടിയാണ് എന്നൊരു തോന്നലിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ പോലും എത്തിച്ചേർന്നു എന്ന ഒരു പ്രത്യേകത കൂടി നാം ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. അനീഷ, നാസർ, ഈ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഇറാൻ പറഞ്ഞിരുന്നത് ഈ യുദ്ധം തുടങ്ങി വെച്ചത് നിങ്ങളാണ്, പക്ഷെ അവസാനിപ്പിക്കുക ഞങ്ങളായിരിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇന്ന് വരെ മുന്നോട്ട് പോയിട്ടുള്ളത്. അമേരിക്ക പ്രതീക്ഷിച്ച അത്ര വേഗത്തിൽ ഇറാനെ കീഴ്പ്പെടുത്താനായിട്ടില്ല. ഇനിയിപ്പോൾ ഇറാൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഏപ്രിൽ വരെ യുദ്ധം നീണ്ടാലും താങ്കൾ റെഡിയാണ് എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ ഈ യുദ്ധം അങ്ങനെ നീളുന്നത് അത് ഇറാനോ ഇസ്രായേലിനോ യുഎസിനോ മാത്രമല്ല, അത് ലോകത്തെ തന്നെ ആകെ ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഹോർമസ് കടലെടുക്കിന്റെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്ന ഒരു സാഹചര്യമാണ്. അത് പിടിച്ചെടുക്കാനുള്ള നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ അമേരിക്കയിൽ നിന്ന് വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇന്ത്യയിൽ ഉൾപ്പെടെ പ്രീമിയം വിഭാഗം എണ്ണയ്ക്ക് വില കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി കൂടി മുന്നിൽ നിൽക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം.
നിഷ, തീർച്ചയായിട്ടും. കാരണം ഈ മേഖലയിൽ ഇത്തരമൊരു യുദ്ധം വരുമ്പോൾ നേരെ തന്നെ ഇറാൻ മാത്രമല്ല എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഒരു ആശങ്ക മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ഇതൊരു ഗൾഫ് മേഖലാ യുദ്ധമായിട്ട് മാറും. ആ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ പിന്നെ പ്രതിഫലിക്കാൻ പോകുന്നത് കേവലം ഈ മേഖലയിൽ മാത്രമാവില്ല, അന്താരാഷ്ട്ര തലത്തിലായിരിക്കും. ആഗോള തലത്തിൽ തന്നെ അതിന്റെ പ്രതികരണങ്ങൾ ശക്തമായിട്ട് വരും. ഇപ്പൊ നമുക്കറിയാൻ സാധിക്കും 4 വർഷത്തിലധികമായി തുടരുകയാണ് യുക്രൈൻ യുദ്ധം. പക്ഷെ ആ യുക്രൈൻ യുദ്ധം കേവലമായിട്ടുള്ള ഭൂമിശാസ്ത്ര പരിധിക്കപ്പുറത്തേക്ക് ഒരു പ്രകമ്പനവും ഒരു പ്രതികരണവും സൃഷ്ടിച്ചിട്ടില്ല. നേരെ മറിച്ച് 21 ദിവസം പിന്നിടുമ്പോൾ യൂറോപ്യൻ വിപണിയിലെ എണ്ണവില, പ്രകൃതിവാതകത്തിന്റെ വില നാം കണക്കുകൂട്ടി നോക്കുക. ഇന്ന് മാത്രം ഇപ്പം $4 എണ്ണവില വർദ്ധിച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും പിന്നെ കടുത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങളിലേക്ക് യുദ്ധം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങളെ അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെടുന്നുണ്ട്. കാരണം ഈ സ്വഭാവത്തിലാണ് എണ്ണവില പോകുന്നതെങ്കിൽ ഏപ്രിൽ മാസവും ഈ യുദ്ധം തുടരുകയാണെങ്കിൽ ബാരലിന് 185 കടന്ന് എണ്ണവില മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുന്നത് അരാംകോ ഉൾപ്പെടെയുള്ള പിന്നെ എണ്ണ സംഭരണ ഉൽപാദന കമ്പനികളാണ്. അപ്പൊ അത്രയും തീക്ഷ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് പിന്നെ ഈ യുദ്ധത്തെ ട്രംപും അതോടൊപ്പം തന്നെ നെതന്യാഹുവും എത്തിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് എങ്ങനെ ഉൾവലിയാൻ സാധിക്കും, എങ്ങനെ തങ്ങളുടെ ഒരു വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അതും അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ മറൈനുകൾ എത്തിച്ച്, കൂടുതൽ പോർവിമാനങ്ങൾ മേഖലയിൽ എത്തിച്ച് ഈ സംഘർഷത്തെ കൂടുതൽ വിപുലമാക്കാനുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നു. പക്ഷെ അത് മേഖലയിലെ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE, ഗൾഫ് രാജ്യങ്ങളൊക്കെയും ഒരു നയതന്ത്ര പ്രശ്നപരിഹാരമാണ് ഈ ഘട്ടത്തിലും വേണ്ടത്. സൈനികമായിട്ട് മാത്രം ഒരു പ്രശ്നവും പരിഹരിക്കാൻ സാധ്യമല്ല എന്ന നേരത്തെയുള്ള പ്രഖ്യാപിത നിലപാട് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെയും ആവർത്തിക്കുന്നത്. ഇപ്പോൾ ഫ്രാൻസും ചൈനയും ചേർന്നുകൊണ്ട് ഒരു വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവർ അതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അമേരിക്കയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഇറാന്റെ ഭാഗത്തുനിന്നും അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരത്തെ കൂടി ആശ്രയിച്ച് നിൽക്കുകയാണ് ഈ യുദ്ധത്തിന്റെ ഭാവി എന്നത്.